ഇന്ന് നമ്മൾ ഒരു 4 മണി സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കടലമാവാണ്. പിന്നെ നമുക്ക് സവാള വേണം, കറിവേപ്പില വേണം. പിന്നെ ഇതിനകത്തിടുന്ന പൊടികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ ഒരു എരിവിനനുസരിച്ച് ഞാൻ രണ്ട് സ്പൂണാണ് ഇടുന്നത്. എരിവിനനുസരിച്ച് മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ കായപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പൊടികളെല്ലാം ഇട്ടു നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിത് മാവായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവാള ഇടാം. നമ്മൾ സവാള ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി നമ്മളിത് നന്നായിട്ട് നല്ലോണം കുഴയ്ക്കണം. നമുക്കിങ്ങനെ ഇങ്ങനെ എടുക്കാൻ പരുവ അനുസരിച്ചാണ് അത്രയും നേരം കുഴയ്ക്കണം. നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ എടുത്ത് ഓയിലിനകത്തിട്ട് വറക്കണ്ടേ. അപ്പോൾ അതിന് ആവശ്യത്തിനനുസരിച്ചാണ് അത് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഒരു പരുവത്തിന് എടുക്കണം. നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ പറ്റണം. അപ്പം നമ്മൾ അതുപോലെ അങ്ങിട്ടാൽ ആ ഒരു ഇതിൽ വരും. അപ്പം നമുക്ക് സവാള കൂടുതൽ ഇടുന്നതാണ് നല്ലത്. അപ്പം അതിനിപ്പോൾ ഒരു 4 സവാള എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആവശ്യത്തിന് ഒരു 3/4 ഗ്ലാസ് കടലമാവൊക്കെ മതി. അപ്പം നമുക്ക് ഇതുപോലെ ഉള്ളി കൂടുതലായിട്ട് നിൽക്കും. അപ്പം നമുക്ക് ഉള്ളി വറക്കുമ്പോൾ അത് നമുക്ക് ഉള്ളി കടിക്കും. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നമ്മൾ എണ്ണയിലേക്ക് ഇടുകയാണ്. ഇങ്ങനെ ഓരോരോ പീസായിട്ട് അങ്ങോട്ട് ഇട്ട് മൂപ്പിച്ചിങ്ങെടുത്താൽ മതി. മൂക്കാനൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് ശരിയായി. ഇത്രയും മൂത്താൽ മതിയേ. ഈ കളർ വരുമ്പോൾ കോരിക്കണം. വേണ്ട, നല്ല ഭംഗിയില്ലേ? ഇതാണ് ഉള്ളിപ്പക്കോട. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണേ.